അപ്പോൾ ഐഡിയ ബാസിന്റെ ഈ വേദിയിൽ ഇത്രയും ഇൻവെസ്റ്റ്മെന്റുകളൊക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ എല്ലാവരും ഒരു പാർട്ടിയൊക്കെ വേണമെന്ന് ചിന്തിക്കുകയാണ്. എന്താ വേണമെന്നില്ലേ? അപ്പോൾ ഒരു പാർട്ടിക്ക് പറ്റിയ അന്തരീക്ഷവും പാർട്ടി വൈബുമായിട്ടാണ് നമ്മുടെ അടുത്ത ഐഡിയ ബാസ് വരുന്നത്. നിറഞ്ഞ കൈയടികളോടെ നമുക്ക് സ്വാഗതം ചെയ്യാം ടീം സ്പിൻ ഇറ്റ് അപ്പിനെ. Spin, spin, spin it up. Request vibe, play it up. Beat relations head to head. Subside place it vibe at. Spin, spin, spin it up. Request vibe, play it up. All the world is in a drop. Spin it up, feel that rush. मैं निकला ओ गड्डी लेके और रास्ते पर ओ सड़क में Let's go. मोड़ आया मैं उठे दिल छोड़ വാ, അടിപൊളി. വാവ്. What's up, people? I wanna call my gang Sudeep Bansal and Kashish Dev. Hey! Love the style, love the style. The swag is amazing. ആ ഹെയർ പിന്നെ ആരുടെ മുടിയെ കുറിച്ചാ costumes. പറയുന്നേ? ഇദ്ദേഹത്തിന്റെ മുടിയാണോ? Hey Titans, I am Dr. Sanjay Meria, also one of the spin doctor worldwide. ഞാൻ തുടക്കം കുറിച്ചത് ആസ് എ ഡോക്ടർ. ഓൺ മൈ റൈറ്റ് ഹാൻഡ് സ്റ്റെതസ്കോപ്പ്, ഓൺ മൈ ലെഫ്റ്റ് ഹാൻഡ് എന്റെ DJ കൺസോൾ. ശരിക്കും പേഷ്യൻസ് ഒക്കെ എവിടെയാ? പേഷ്യൻസിനെ ഞാൻ വീട്ടിലാണ് നോക്കുന്നത്. ഇത് കേട്ടിട്ട് പേഷ്യൻസ് ചിലപ്പോ കറങ്ങി. ആദ്യം ഞാൻ ആളുകളുടെ ഹാർട്ട് ബീറ്റാ ചെക്ക് ചെയ്തിരുന്നത്, പക്ഷേ ഇപ്പോൾ ഡാൻസ് ചെയ്യുന്നവരുടെ കപ്പാസിറ്റി കൂടെ നോക്കുന്നു. ആൻഡ് ദിസ് ഈസ് മൈ ഗ്യാങ്. നല്ല വലിയ ഗ്യാങ് ആണല്ലോ. ഹലോ ടൈറ്റൻസ്, ഞാൻ സുദീപ് ബൻസൽ. ആദ്യം മൺഡേ ടു ഫ്രൈഡേ ടെക്കിയായിരുന്നു, പിന്നെ സാറ്റർഡേ സൺഡേ DJ. 18 വർഷത്തിന് ശേഷം അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്നതാണ്, പാഷനും ഒക്യുപേഷനും കൂടി മിക്സ് ചെയ്യാനായിട്ട്, പിന്നെ ഇന്ത്യൻ നൈറ്റ് ലൈഫിനെ ഡിജിറ്റലൈസ് ചെയ്യാനായിട്ടും. പിന്നെ എന്റെ പേര് കശിഷ്. നൈറ്റ് ലൈഫിന്റെ പൾസും ഇൻഫ്ലുവൻസും പിന്നെ മാർക്കറ്റിംഗിന്റെ എക്സ്പീരിയൻസും കൊണ്ട് ഈ എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയിൽ ഞാൻ വന്നിരിക്കുന്നു ഒരു ഡിജിറ്റൽ ട്വിസ്റ്റുമായി. ഇക്കാലത്ത് DJ പാർട്ടിയിൽ ഹേ DJ ക്യാൻ യു പ്ലേ ദിസ് സോങ് എന്ന് പറയാതെ ഒരു രക്ഷയുമില്ല. എല്ലാ കൺസോളിന്റെയും പുറകിൽ ഒരു കാര്യം ഉണ്ടാവും. അതെന്താണെന്ന് വെച്ചാൽ സോങ് റിക്വസ്റ്റ്. ആൻഡ് ഐ ആം ഷുവർ എവ്രിവൺ ഈസ് ടയർഡ് ഓഫ് ദിസ്. അതുകൊണ്ട് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു സ്പിൻ ഇറ്റ് അപ്പ്. അതുകൊണ്ട് എവിടെയെങ്കിലും ഒരു ഓഡിയൻസ് വന്നിട്ട് ഞങ്ങൾക്ക് ഈ പാട്ട് പ്ലേ ചെയ്യണമെന്ന് പറഞ്ഞാൽ അരിജിത് സിംഗിന്റെ ഈ ട്രാക്ക് എന്തായാലും പ്ലേ ചെയ്യണം. വി ആർ ടയർഡ് ഓഫ് ദിസ്. ആൻഡ് DJ ഏതൊരു പാർട്ടിയുടെയും അണ്ടർപെയ്ഡ് ജീനി ആയി കഴിഞ്ഞു. ആൻഡ് ഐ എം നോട്ട് ഈവൻ ടോക്കിംഗ് അബൌട്ട് ദ ബിഗ് DJs അറ്റ് ദിസ് പോയിന്റ്. ഞാൻ പറഞ്ഞു വരുന്നത് 10 ലക്ഷത്തിൽ താഴെ വരുന്ന ചെറിയ ആർട്ടിസ്റ്റിനെ കുറിച്ചാണ്. അവർക്കൊരിക്കലും അവർക്ക് അവകാശപ്പെട്ട എക്സ്പോഷറോ പൈസയോ കിട്ടുന്നില്ല. DJ കൺസോളിന്റെ പുറകിൽ എന്താ നടക്കുന്നത്? സ്റ്റാർട്ട് ഏറ്റവും ആദ്യം നടക്കുന്നു, എന്റെ ഏറ്റവും അവസാനം നടക്കുന്നു. പാർട്ടിയിൽ മൊത്തം ഓടിക്കൊണ്ടിരിക്കുന്നു, പക്ഷേ എന്റെ പേയ്മെന്റ് എപ്പോഴാ വരുന്നെന്ന് പറഞ്ഞ് അവന് പാവം വെയിറ്റ് ചെയ്യേണ്ടി വരുന്നു. അതുകൊണ്ട് DJസിനെ പാർട്ടി കൊഴിപ്പിക്കാൻ പറ്റുന്നുണ്ട്, പക്ഷേ ഇതുവരെ അതിനെ പറ്റിയിട്ട് ഒരു എക്കോസിസ്റ്റം ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. ദാറ്റ്സ് വൈ വി ഹാവ് സ്പിൻ ഇറ്റ് അപ്പ്, ആൻ ആപ്പ് ബൈ ദ DJs ഫോർ ദ DJs. സ്പിൻ ഇറ്റ് അപ്പ് ഒരു ഡിജിറ്റൽ ആപ്പ് പ്ലാറ്റ്ഫോമാണ്. ഇതൊരു പെർഫോമിംഗ് ആർട്ടിസ്റ്റിനെ അവരുടെ ഓഡിയൻസുമായിട്ട് കണക്ട് ചെയ്യിപ്പിക്കുന്നതാണ്, അതും ഒരു സിമ്പിൾ QR സ്കാനിന്റെ സഹായത്തോടെ. പാർട്ടി നടക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ട് അല്ലെങ്കിൽ ഷൗട്ട് ഔട്ട് ഇതെല്ലാം ആർട്ടിസ്റ്റിനോട് നിങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഒരു പ്രീസെറ്റ് പൈസ എടുത്താൽ മാത്രം മതി. സ്പിൻ ഇറ്റ് അപ്പ് പെർ ട്രാൻസാക്ഷന് 10% മാത്രമേ പ്ലാറ്റ്ഫോം ഫീസ് എടുക്കുന്നുള്ളൂ. ഞങ്ങൾ ഈ പ്ലാറ്റ്ഫോമിൽ മാത്രമായിട്ട് ഒതുങ്ങുന്നതല്ല. ഞങ്ങളുടെ QR കോഡ് ആർട്ടിസ്റ്റ് ഇപ്പോൾ ഓഫ്ലൈൻ പ്രൊഫൈലിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും അത് വർക്ക് ചെയ്യുന്നതായിരിക്കും. We are here to digitalize and organize the Indian nightlife. അതുപോലെ ആർട്ടിസ്റ്റിന് അവർക്ക് അവകാശപ്പെട്ട റെക്കഗ്നേഷനും റിവാർഡും ഒക്കെ കൊടുക്കുന്നു. സോ റേസ് യുവർ ഹാൻഡ് ഇഫ് യു ആർ ആപ്പ് ഫോർ സ്പിൻ ഇറ്റ് അപ്പ്. ഇത് ആർട്ടിസ്റ്റിനെ ഫ്രീലാൻസേഴ്സിൽ നിന്ന് ഫൗണ്ടറാക്കി മാറ്റുന്നു. അപ്പോൾ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളൊരു ഡോക്ടറാണല്ലോ, ഈ ഒരു കോമ്പിനേഷൻ എത്ര നാളായിട്ട് കൊണ്ടു നടക്കുന്നു? എപ്പോഴാണ് ഇത് ഇങ്ങനെ ആക്കാമെന്ന് തോന്നിയത്? ഞാൻ ഫസ്റ്റ് ഇയർ MBBS പഠിക്കുമ്പോൾ തന്നെ DJ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അതിനുശേഷം പിന്നെ ഡോക്ടർ ആയതിനു ശേഷം 1-2 വർഷം പ്രാക്ടീസ് ചെയ്തതിനു ശേഷവും പിന്നെ മ്യൂസിക് എന്നെ വിളിക്കുന്നതായി എനിക്ക് മനസ്സിലായി. ഫുൾ ടൈം മ്യൂസിക്. സാർ വിരോധമില്ലെങ്കിൽ കൂളിംഗ് ഗ്ലാസ് ഒക്കെ കഴിക്കാട്ടോ. അഴിക്കണം. അഴിച്ചോളൂ, ആ നല്ലത്. അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ. ഇല്ലല്ല. സാർ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം കണ്ണി നോക്കി സംസാരിക്കണല്ലോ. എന്താ വേണ്ടേ? ഓ, അപ്പോഴേക്കും കണ്ണട ഊരി ഇൻവെസ്റ്റ്മെന്റ് കാര്യം പറഞ്ഞാൽ മതിയല്ലോ. എന്നാ പിന്നെ നമ്മുടെ ടൈറ്റൻസിന് നിങ്ങളുടെ ആപ്പ് എങ്ങനെയാ വർക്ക് ചെയ്യുന്നതെന്ന് കൂടി ഒന്ന് കാണിച്ചു കൊടുക്കും. Absolutely. ഞാൻ എന്റെ സ്ഥലത്തേക്ക് പോവാം. Sure. ഷുവർ. വീണ്ടും പാട്ട് വയ്ക്കാൻ പോവാ? ഓ കൊള്ളാലോ, ഇന്ന് അടിച്ചുപൊളി പാർട്ടി. Alright. അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം. ഇവിടെ ഒരു സ്പിൻ ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്. സ്പിൻ ഡോക്ടർ എന്ന് പറഞ്ഞാ പോരെ? ആയിക്കോട്ടെ, സോറി. അപ്പോൾ സ്പിൻ സ്വന്തം ഫോണിൽ നിന്ന് അങ്ങോട്ട് പോകുക ലൈവായിട്ട്. ദിസ് ഈസ് മൈ ആപ്പ്. ഞാനൊരു പാർട്ടിക്ക് പോകുന്ന വ്യക്തിയാണ്. ഞാൻ ക്ലബിലേക്ക് വന്നു. അപ്പോൾ ഞാൻ ഈ സ്പിൻ ഡോക്ടറുടെ QR സ്കാൻ ചെയ്ത് ഇത് ഓൾമോസ്റ്റ് എല്ലായിടത്തും പതിപ്പിച്ചിട്ടുണ്ടാകും.
ഇപ്പോൾ നമുക്ക് ഇവിടെ ആരാ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് അറിയാൻ സാധിക്കും. പിങ്ക് ഡോക്ടറാണ്. സാധാരണ നമ്മളൊരു പാർട്ടിക്ക് പോകുമ്പോൾ ഇരുട്ടത്ത് ആരാണ് പ്ലേ ചെയ്യുന്നത് പോലും നമുക്ക് അറിയാൻ സാധിക്കില്ല. രാത്രി മുഴുവൻ നിന്ന് പാട്ട് വയ്ക്കുന്നുണ്ടോ, പക്ഷെ ഒരു റെക്കഗ്നേഷനും കിട്ടില്ല. ഇപ്പൊ നമുക്ക് ആ പ്ലാറ്റ്ഫോമിലേക്ക് എത്തി. ഇനി നമുക്ക് സോങ് റിക്വസ്റ്റിലേക്ക് പോകാം. അപ്പോൾ ഇനി എൻ്റെ ഫേവറേറ്റ് പാട്ട്, ആ പാട്ടിനോടൊപ്പം നിങ്ങൾക്കൊരു ഷൗട്ട് ഔട്ടും ആഡ് ചെയ്യാൻ സാധിക്കും. ട്രാക്കിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഫോൺ നമ്പർ ആഡ് ചെയ്തു. അപ്പോൾ നമ്മുടെ പ്ലാറ്റ്ഫോം പോകുന്നത് പേയ്മെൻറ്റ് ഗേറ്റ്വേയിലേക്കായിരിക്കും. സ്പിന്നപ്പോൾ ഇവിടെ 50 രൂപയാണ് വെച്ചിരിക്കുന്നത് ഒരു പാട്ടിന്. അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു 50 രൂപ കൊടുത്തിട്ട് ഇനി ക്യൂവിലേക്ക് വരുന്നു. ഇപ്പോൾ ഞാനിപ്പോൾ വെയിറ്റ് ചെയ്യുന്നത് സ്പിൻ ഡോക്ടറെയാണ്. അദ്ദേഹത്തിന് റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യുകയോ റിജക്ട് ചെയ്യുകയോ ചെയ്യാം. സോ ഐ ഹാവ് ദി മാപ്പ് നൗ ഓൺ മൈ സൈഡ്. കാലാ ചഷ്മ പ്ലേ ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് ബിഗ് ഫാൻ ഓഫ് പ്രതീക്. ഒരു ഷൗട്ട് ഓഫ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇറ്റ്സ് വെരി സിമ്പിൾ, എനിക്ക് എക്സെപ്ഷണലി ഡിക്ലെയർ ചെയ്യാൻ പറ്റും. ഞാൻ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന ഹിപ്പ് ഹോപ്പ് ഏതെങ്കിലും ഹിന്ദി സോങ് ആണ് പറയുന്നത്, അതെനിക്ക് ഫിറ്റ് ആവില്ല. അത് ഞാൻ ഇൻസ്റ്റന്റ്ലി റിജക്ട് ചെയ്യുന്നു. അപ്പോൾ അയാൾക്ക് അയാളുടെ പൈസ ഉടനെ തിരിച്ചു കിട്ടുകയും ചെയ്യും. പക്ഷേ അതിപ്പോൾ ഇനി എൻ്റെ കയ്യിലുള്ള പാട്ടാണെങ്കിൽ എനിക്ക് ഓൾമോസ്റ്റ് ഒരു 30 മിനിറ്റ്സ് ഉണ്ട് എനിക്ക് ഓടിക്കാൻ വേണ്ടിയിട്ട്. ദെൻ ഐ ഹാവ് ടു, ഇറ്റ്സ് വെരി സിമ്പിൾ. സോ നൗ ഈസ് അക്സെപ്റ്റഡ് ആൻഡ് ഐ ഹാവ് 29 മിനിറ്റ്സ് ടു പ്ലേ. അപ്പോൾ ഷൗട്ട് ഔട്ട് തരണമെന്നുണ്ടെങ്കിൽ പ്രതീക് സാർ, നിങ്ങൾ ആള് സൂപ്പർ ആട്ടോ. ഓക്കേ ഗൈസ് എവരിബഡി, make some noise Titans, let's go. And once my song is played, ഞാൻ ഈ ടാസ്ക് ഓഫ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ദേ അവിടെ കസ്റ്റമർ സൈഡിലേക്ക് ദേ അങ്ങോട്ട് നോക്കൂ. Okay, I can read spin performance as well as, completing my request. And I goes into loop mode, I can request another song. അല്ലെങ്കിൽ എനിക്ക് സ്പിന്നിൻ്റെ പ്രൊഫൈൽ നോക്കാം, അയാളത് നൈസായിട്ട് പ്ലേ ചെയ്തോ എന്ന്. അങ്ങനെ എനിക്ക് അദ്ദേഹത്തെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യാം. അതുപോലെ തന്നെ യൂട്യൂബിൽ, പിന്നെ ഇൻസ്റ്റഗ്രാമിലെ ആക്ടിവിറ്റീസ്, പിന്നെ അയാൾ പോസ്റ്റ് ചെയ്യുന്നതെല്ലാം എനിക്ക് കാണാൻ സാധിക്കും. സ്പിന്നിൻ്റെ റിമിക്സ് ആൻഡ് ക്രിയേഷൻസ് അയാൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാം എനിക്ക് കാണാൻ സാധിക്കും. അതുപോലെ അയാൾ ഇനി അടുത്ത് എവിടേക്കാണ് പ്ലേ ചെയ്യാൻ പോകുന്നത്, അതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതെല്ലാം നമ്മുടെ ഓഫ്ലൈൻ പ്രൊഫൈലാണ്. ഇനിയിപ്പോൾ എൻ്റെ കെയർ ഓഫ് എന്തെങ്കിലും പാർട്ടി ഉണ്ടെങ്കിൽ, ഇനിയിപ്പോൾ കല്യാണം ആയാലും അത് സ്പിന്നിന് ബുക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ബുക്കിംഗ് ഫോം ഫില്ല് ചെയ്യുമ്പോൾ അത് സ്പിന്നിന് ഒരു ലീഡ് കിട്ടുന്നു. അതുവഴി കസ്റ്റമർ സ്പിന്ന് തമ്മിൽ ഡയറക്റ്റ് ഇൻട്രാക്ഷൻ ചെയ്യാം. അതുവഴി അവർക്ക് ആ പ്രോഗ്രാം ഫിക്സ് ചെയ്യാം. പ്രോബ്ലമായിട്ട് നിങ്ങൾ പറയുന്നത് ഈ സോങ് റിക്വസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. പക്ഷേ ഈ സോങ് റിക്വസ്റ്റ് ചെയ്യുന്നുള്ളത് ആരുടെയും ശീലമൊന്നും അല്ലല്ലോ. ആരും അത്ര അടിമയൊന്നുമല്ലല്ലോ ശീലത്തിന്. അതിനിപ്പോ നിങ്ങളുടെ കൺസ്യൂമർ ഫീഡ്ബാക്ക് എത്രത്തോളം വന്നിട്ടുണ്ട്? മാഡം, അത് ഞങ്ങൾ ഇതിന്റെ മാർക്കറ്റ് ഒന്ന് റിസർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും അത് ഇപ്പോഴും നടക്കുകയാണ്. പിന്നെ ലോട്ട് ഓഫ് ക്ലബ്സ് ഇൻ ഗോവ, നിങ്ങൾക്ക് എൻട്രി തന്നെ ഒരു ലെറ്റർ കിട്ടും. അതിൽ നിങ്ങൾക്ക് വേണ്ട പാട്ട്, നിങ്ങളുടെ പേര്, പിന്നെ 1500 രൂപ, ചിലപ്പോൾ 2000 2500 രൂപയോ ക്യാഷ് ആയിട്ട് അവിടുത്തെ വെയിറ്ററിന് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ കൊണ്ടുപോകുന്നത് ആ പാട്ട് പ്ലേ ചെയ്യുന്ന സ്ഥലത്തോട്ടായിരിക്കും. അതാണ് ഇപ്പോൾ ആക്ച്വലി നടക്കുന്നത്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് ചിലപ്പോൾ അറിയായിരിക്കും, ഇപ്പോൾ എല്ലാ ക്ലബിലും ഒരു LED വലിയ സ്ക്രീൻ ഉണ്ടാകും. അതിലിപ്പോൾ നമുക്ക് വെൽക്കം ജിമ്മി എന്ന് എഴുതണം, അല്ലെങ്കിൽ ഇപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ജിമ്മി സാർ എന്ന് എഴുതണം. അത് മാത്രമല്ല, അത് ശരി, അങ്ങനെയൊക്കെ എഴുതിയാൽ ഇൻവെസ്റ്റ്മെന്റ് നടക്കുമല്ലേ സാർ? ഞാൻ ഈ പറഞ്ഞതിന് ഇപ്പോഴും ക്ലബുകൾ അന്വേഷിക്കുന്നുണ്ട്, വലിയ ചാർജ് ഈടാക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ സ്പിന്നിറ്റപ്പിൽ എത്ര DJs സൈൻ ചെയ്തിട്ടുണ്ട്? ഞങ്ങളുടെ ഈ പ്ലാറ്റ്ഫോം ഈസ് ഫോർ എവരി മ്യൂസിഷ്യൻസ്. അതിപ്പോൾ സിംഗർ, ബാൻഡ്, വയലിനിസ്റ്റ്, ഡ്രമ്മിസ്റ്റ് ഓർ DJ. ഇപ്പൊ നമുക്ക് എന്തായാലും ഒരു 448 ഡൗൺലോഡ്സ് ഉണ്ട്, 417 രജിസ്റ്റേർഡ് ആർട്ടിസ്റ്റും ഉണ്ട്. ഈ കസ്റ്റമേഴ്സ് ഉണ്ടല്ലോ, നിങ്ങൾക്ക് പൈസ തരുന്നവർ, ആ സക്സസ് റേറ്റ്, അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അത് ഞങ്ങളുടെ ഈ ആപ്പ് തുടങ്ങിയത് ജൂൺ 1 ഈ വർഷം ജൂൺ 1. അതെ, ഈ വർഷം ജൂൺ 1. ആ സമയത്ത് ഞങ്ങളുടെ അടുത്ത് 917 കസ്റ്റമേഴ്സ് ആണ് ഉണ്ടായിരുന്നത്. അതായത് ഈ പേ ചെയ്ത് റിക്വസ്റ്റ് ചെയ്യുന്ന കസ്റ്റമേഴ്സ്. ഇറ്റ്സ് എ മിക്സ് ഓർ ഷൗട്ട് ഔട്ട്, സോങ്സ് ആൻഡ് ടിപ്സ്. അതുകൂടാതെ ഞങ്ങളുടെ ആർട്ടിസ്റ്റിന് പ്രൈവറ്റ് ഡിക്സും കിട്ടുന്നുണ്ടായിരുന്നു. ഫാന്റാസ്റ്റിക് പ്രോബ്ലം സോൾവിംഗ്. ഇങ്ങനെയൊരു പ്രോബ്ലം ഉണ്ട്. ആസ് എ റിസോർട്ട് ഓണർ, ഐ തിങ്ക് ഞാൻ എൻ്റെ ഗസ്റ്റിനെ ഏതൊരു റെസ്റ്റോറൻറ്റിൽ ചെന്നാലും പൈസ ചെലവാക്കാനായിട്ട് പ്രിഫർ ചെയ്യില്ല. അത് എന്തിനു വേണ്ടിയാണെങ്കിലും, എന്ത് സാധനത്തിനായാലും. ബിക്കോസ് ഇറ്റ്സ് എ ബിഗ് പുട്ട് ഓഫ് അവർ ഗസ്റ്റ്. ഐ തിങ്ക് മോണിറ്റൈസ് ചെയ്യാൻ പല വഴികളും ഉണ്ടായിരിക്കാം. പക്ഷേ ഈ ഡയറക്റ്റ് മോണിറ്റൈസേഷൻ, നിങ്ങളുടെ ആപ്ലിക്കേഷൻ അത് സ്പ്രെഡായി വരിക എന്നുള്ളത് എന്തായാലും എൻ്റെ തലയിൽ അത് കയറുന്നില്ല. ഇത് മോണിറ്റൈസേഷൻ ചെയ്യാൻ വേറെ വഴികളുണ്ടായിരിക്കുമല്ലോ. Have you thought about it? ആസ് എ DJ എനിക്കിപ്പോൾ ആരുടെങ്കിലും മുഖത്ത് നോക്കി പൈസ ചോദിക്കാം. ഇപ്പൊ പ്രതീക് സാർ വരികയാണ് നമ്മുടെ അടുത്ത് വന്നിട്ട് ഈ പാട്ടൊന്ന് വെക്ക്, അപ്പൊ ഞാൻ പറയും യെസ്, പിന്നെ വെക്ക് തന്നെയാണ് പണി. എനിക്കൊരിക്കലും അദ്ദേഹത്തിന് മുഖത്ത് നോക്കിയിട്ട് ഒന്നും പറയാൻ പറ്റില്ല. ഈ പാട്ട് വെക്കുകയാണെങ്കിൽ എനിക്ക് അത്ര വേണം ഇത്ര വേണമെന്ന് ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ എനിക്ക് മറ്റൊരു രീതിയിൽ പറയാൻ പറ്റും. പ്രതീക് സാർ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ട് വേണമെങ്കിൽ QR കോഡ് ഒന്ന് സ്കാൻ ചെയ്യും. പിന്നെ അതിനുശേഷം പേ ചെയ്യണോ വേണ്ടെന്ന് പ്രതീക് സാറിന് തീരുമാനിക്കാം. അല്ല, ഇവരുടെ കസ്റ്റമേഴ്സ് ഫീഡ്ബാക്ക് ഉണ്ട്. ഈ ആപ്പ് ഇവർക്ക് ടിപ്സ് അലോ ചെയ്യുന്നുണ്ട്. അതല്ലാതെ ഇത് നിങ്ങൾക്ക് ജസ്റ്റ് റിക്വസ്റ്റിന് വേണ്ടി ഓൺ ചെയ്യാൻ സാധിക്കും. പിന്നെ ഇവർ ഇതിൽ പ്രൈസ് സെറ്റ് ചെയ്യുന്നത്, I'm not against
അഗൈൻസ്റ്റ് ടിപ്സ്. ആപ്പ് വഴി ടിപ്പ് എടുത്തോളൂ, അല്ലല്ല, അതൊന്നും അപ്പൊ നിങ്ങളുടെ കുഴപ്പമില്ല. business വിഷയം model നമ്മളെ ബാക്കി എന്താ ചോദിക്കുന്നുള്ളതാ. ഇറ്റ്സ് എ വെരി ഡിഫറെന്റ് തിങ്. ആദ്യം എനിക്ക് അറിയേണ്ടത് നിങ്ങളുടെ കൺസ്യൂമേഴ്സിന്റെ പ്രശ്നമാണ്. നിങ്ങളിപ്പോ പറഞ്ഞു 915 കൺസ്യൂമേഴ്സ് ഉണ്ടെന്ന്. എത്ര ആവറേജ് പേ ചെയ്യുന്നുണ്ട് ഇവർ? സോ ഇറ്റ് ഈസ് എനിവേ റേഞ്ച് ഫ്രം 50 rupees to 500 റൈറ്റ് നൗ. പക്ഷെ നമ്മുടെ ആവറേജ് ഇപ്പോ ഒരു 150 rupees ആണ്. നിങ്ങളുടെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എത്രയാണ്? അതിപ്പോ പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 1600 രൂപയോളം വരുന്നുണ്ട്. ഇതൊരു നോബൽ കോൺസെപ്റ്റ് ആണ്. പിന്നെ നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു മൈൻഡ് സെറ്റ് ചേഞ്ച് ആണ്. നിങ്ങൾ ഇത്രയും വലിയ ഹാബിറ്റ് ചേഞ്ചിനെ പറ്റിയാ പറയുന്നത്. ഒരു കണക്കിന് ഹാബിറ്റ് ചേഞ്ച് ആണ്. രണ്ടാമത്തെ കാര്യം, പിന്നെ ഒരു ക്ലബ് പോയിന്റ് ഓഫ് വ്യൂ, പിന്നെ കൺസ്യൂമർ പോയിന്റ് ഓഫ് വ്യൂ എന്ന് എനിക്ക് കുറച്ച് കോൺഡിസെൻഡിങ് ടൈപ്പ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഡിജെക്ക് ഏത് പാട്ടിനും 50 രൂപ 30 രൂപ ആയിട്ട് കൊടുക്കുക. സമ്മതിക്കാൻ പറ്റില്ല. Okay. നടക്കുന്ന നമ്മുടെ കാര്യം കാര്യമല്ല. മാത്രം പറയാൻ പറ്റില്ല. നടക്കുന്ന ഇവിടെയുള്ളത് കാര്യമല്ല. കുറച്ച് യങ് ഓഡിയൻസ് ആണ്. ടേക്ക് ദി പോയിന്റ് ഓഫ് വ്യൂ. കാരണം എന്റെ അഭിപ്രായത്തിൽ ഐഡിയാസ് നമ്മൾ ഒരിക്കലും വിട്ടുകളയാൻ പാടില്ല. അവരുടെ ഫീഡ്ബാക്ക് എടുത്ത് നോക്കാം. പിന്നെ നിങ്ങൾക്ക് ചോയ്സ് ചെയ്യാമല്ലോ. ഇൻവെസ്റ്റ് വേണമെങ്കിൽ ചെയ്യാം. തീർച്ചയായും. അപ്പോൾ ഓഡിയൻസ് നിങ്ങളുടെ വോട്ടിംഗ് മീറ്റർ എടുത്തോളൂ. യെസ് ഓർ നോ അമർത്തിക്കൊണ്ട് നിങ്ങൾക്ക് ഇതിലുള്ള ഇൻട്രസ്റ്റ് അറിയിക്കൂ. നിങ്ങളുടെ അഭിപ്രായത്തിൽ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്ന പാട്ട് പ്ലേ ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് പറയൂ. ആഹാ, 72%. This is the audience. 72%. ഇവർക്ക് മനസ്സിലാവും. This is the market. ഇതാണല്ലോ. ഇവരൊക്കെ ഓൾമോസ്റ്റ് എല്ലാ ആഴ്ചയും പാർട്ടി നടത്തുന്ന ആളുകളാണ്. ഇവർക്കൊക്കെ ഡിജെയോട് വളരെയധികം സ്നേഹമുണ്ട്. പിന്നെ ജിമ്മി സാറിനും പ്രിയങ്കയ്ക്കും അവരുടെ ആൻസറും കിട്ടിയിട്ടുണ്ട്. അതായത് ഇവരൊക്കെ ഓൾഡ് ഫാഷൻ ആയിരിക്കുക. പുതിയ കാര്യങ്ങൾ ചിന്തിക്കാവുന്നേ. അപ്പോൾ അർച്ചന മാഡം ബ്ലോക്ക് ബസ്റ്റർ അമർത്തിക്കൊണ്ട് എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചിരിക്കുകയാണ്. ഇതോടുകൂടി ഒരു ചോദ്യം എന്നത്തേക്ക് അവസാനിക്കട്ടെ. ബേസിക്കലി മേഡം അതിന് ഞാനൊന്നും ചോദിച്ചിട്ട് തന്നെ ഇല്ലല്ലോ. ഇതിപ്പോ നിങ്ങൾ തന്നെയല്ലേ പറയുന്നത്. നിങ്ങളല്ലേ ലിബർട്ടിയുടെ ജ്യൂസ് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, എന്നാ പിന്നെ ഞങ്ങൾ അതെല്ലാം നിർത്തിയിരിക്കുക. എന്താ പോരെ? ശരി, എന്നാ പിന്നെ നിങ്ങളുടെ ആസ്ക് എത്രയാണെന്ന് പറയൂ. ഞങ്ങളുടെ ആസ്ക് 50 ലക്ഷം രൂപയാണ് ഇൻ കൺവേർട്ടബിൾ നോട്ട്. ആൻഡ് ആസ് പെർ എക്സ്പാൻഡിങ് ആൻഡ് പെനട്രേറ്റിംഗ് മൂവ് മാർക്കറ്റ്സ് നൗ. ഏറ്റവും വലിയ കാര്യം നിങ്ങൾ നേരത്തെ വെച്ചിരുന്ന പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് ആണ്. എനിക്ക് ഏതായാലും ആ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് വളരെ ഇഷ്ടമായി. ക്യാൻ യു ഓർഗനൈസ് ദ അൺഓർഗനൈസ്ഡ് സ്പേസ്? അത് എക്സിക്യൂഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ ഐ വിൽ ഗിവ് യു 30 lakhs. ഐ എം ഓക്കെ വിത്ത് ദ കൺവേർട്ടബിൾ നോട്ട്. അപ്പോൾ അർച്ചന മാഡം പറയുന്നത് കൺവെർട്ടബിൾ നോട്ടിൽ 30 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതാണ്. നിങ്ങൾ അതിനെ കൈകൊടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ടോ? യെസ്, അബ്സല്യൂട്ട്ലി. വെരി ഗുഡ്. മൂന്ന് പേര് ഒരുമിച്ച്. Thank you so much. I like the hair color, I like the shoes and the jeans. അപ്പോൾ അർച്ചന മാഡം ഇനി നിങ്ങളോട് ചോദിക്കാനുള്ളത് ബാക്കി ടൈറ്റൻസിന് വേണ്ടി നിങ്ങൾ ഫ്ലോർ ഓപ്പൺ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നതാണ്. അതിപ്പോ നിങ്ങൾക്ക് ഈ 30 കൊണ്ട് കാര്യം നടക്കോ അതോ 50 തന്നെ കിട്ടണമെന്നുണ്ടോ? 50 തന്നെയാണ് ആവശ്യമുള്ളത്. കിട്ടിയാൽ നന്നായിരുന്നു. ശരി, one more titan. That's it. ഓൺലി വൺ ടൈറ്റൻ. ആഹാ, പറഞ്ഞോളൂ. അല്ല, അപ്പൊ ഇതില് നിങ്ങളുടെ ഈ ബിസിനസ് മോഡലിൽ സ്ട്രക്ചറൽ ചേഞ്ച് കൊണ്ടുവരാൻ തയ്യാറാണോ? ഐ എം റെഡി. ആൻഡ് ഐ ക്യാൻ തിങ്ക് ഓഫ് കമ്മിങ് ഓൺ ബോർഡ്. ഷുവർ. നിങ്ങൾ തയ്യാറാണോ? 100%. 10 ലക്ഷം രൂപ കൺവേർട്ടബിൾ ആയിട്ട് എലോങ് വിത്ത് അർച്ചന മാഡം. ഓക്കെ. അപ്പോൾ 30ഉം ഒരു 10ഉം 40 ലക്ഷം ആയിട്ടുണ്ട്. അനുപം സർ, താങ്കൾക്ക് ഇതിൽ വരാൻ താല്പര്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഞാൻ കൺവേർട്ടബിൾ നോട്ടിൽ ഒരു 10 ലക്ഷം തരാൻ റെഡിയാണ്. പിന്നെ നിങ്ങളൊരു ആർട്ടിസ്റ്റ് ആണ്. അപ്പോൾ ആർട്ടിസ്റ്റിനെ ഫോക്കസ് ചെയ്യും, നമ്മളൊരു ബിസിനസ്സുകാരാണ്, ബിസിനസ് ഫോക്കസ് ചെയ്യും. അങ്ങനെ ഒന്നിച്ചൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി ബിസിനസ് സക്സസ് ആക്കും. അപ്പോൾ നിങ്ങൾക്ക് 50 ലക്ഷം കിട്ടി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ആടിക്കോ പാടിക്കോ ഡാൻസ് കളിച്ചോ നമുക്ക് യാത്ര തുടങ്ങാം, അല്ലേ? അനുപം സാറിനും ജിമ്മി സാറിനും കൂടി നിങ്ങൾ കൈ കൊടുക്കും. റെസ്പെക്ട് ദി ആർട്ടിസ്റ്റ്. അപ്പോൾ കണ്ടുകൊണ്ടിരിക്കൂ ഐഡിയ ബാസ്, ഇന്ത്യയുടെ സ്വന്തം സ്റ്റാർട്ടപ്പ് വേദി.